ലോകത്തെ വിപ്ലവകരമായ വെളിപ്പെടുത്തൽ, സമയവും സ്ഥലവും കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഫ്യൂച്ചറിസ്റ്റിക് സാങ്കേതികവിദ്യകൾ അമേരിക്കയുടെ കൈവശമുണ്ടെന്ന് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു. ടെക്സസിലെ എൻഡ്ലെസ് ഫ്രോണ്ടിയേഴ്സ് റിട്രീറ്റിനിടെ വൈറ്റ് ഹൌസ് ഓഫീസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പോളിസിയുടെ ഡയറക്ടർ മൈക്കൽ ക്രാറ്റ്സിയോസ് ആണ് അത്ഭുതകരമായ ഈ പ്രഖ്യാപനം നടത്തിയത്. ക്രാറ്റ്സിയോസിന്റെ പ്രസ്താവന ശാസ്ത്രജ്ഞർക്കും നയരൂപകർത്താക്കൾക്കും പൊതുജനങ്ങൾ എന്നിവർക്കിടയിൽ തീവ്രമായ താൽപര്യമാണ് സൃഷ്ടിച്ചത്. ഈ സാങ്കേതിക വിദ്യകളുടെ കൃത്യമായ സ്വഭാവം വ്യക്തമല്ലെങ്കിലും അവയുടെ പ്രത്യാഘാതങ്ങൾ ആഴമേറിയതാണ്. ഭൗതികശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ നിലവിലെ ധാരണയെ വെല്ലുവിളിക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ കൊടുമുടിയിലാണോ US സർക്കാർ എന്ന ചോദ്യങ്ങൾ നാനാഭാഗത്തു നിന്നും ഉയർന്നുവരികയാണ്. സയൻസ് ഫിക്ഷന്റെ മേഖലയിൽ വളരെ കാലമായി കാണപ്പെടുന്ന വാർപ്പ് ഡ്രൈവ് വെറും ഒരു ഫാന്റസിയേക്കാൾ കൂടുതലായിരിക്കാമെന്ന് സമീപകാല ഗവേഷണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്ലാസിക്കൽ ആൻഡ് ക്വാണ്ടം ഗ്രാവിറ്റിയിൽ പ്രസിദ്ധീകരിച്ച 2024 പഠനം നിർദ്ദേശിക്കുന്നത് ഐൻസ്റ്റീന്റെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം ഉപയോഗിച്ച് ഭൗതികശാസ്ത്ര നിയമങ്ങൾ വളച്ചൊടിച്ച് യഥാർത്ഥ ജീവിതത്തിലെ വാർപ്പ് ഡ്രൈവ് സാധ്യമാക്കുമെന്നാണ്. അലബാമ സർവകലാശാലയിലെയും അപ്ലൈഡ് ഫിസിക്സ് ലബോറട്ടറിയിലെയും ഗവേഷകർ വിശ്വസിക്കുന്നത് സ്ഥലം, സമയം എന്നിവ കൈകാര്യം ചെയ്യുന്നതിലൂടെ പ്രകാശത്തേക്കാൾ വേഗത്തിലുള്ള യാത്ര സാധ്യമാകുമെന്നാണ്. US സർക്കാർ സമയവും സ്ഥലവും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവയുടെ പ്രത്യാഘാതങ്ങൾ ദൂരവ്യാപകമായിരിക്കും. അത്തരം കഴിവുകൾ ഗതാഗതം, ആശയവിനിമയം, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യന്റെ ധാരണ എന്നിവയിൽ പോലും വിപ്ലവം സൃഷ്ടിക്കും. എന്നിരുന്നാലും അത്തരം സാങ്കേതിക വിദ്യകളുമായി ബന്ധപ്പെട്ട സാധ്യതയുള്ള അപകടസാധ്യതകളും വെല്ലുവിളികളും ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ടതുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം നവീകരണത്തിന്റെയും സാങ്കേതിക പുരോഗതിയുടെയും പുത്തൻ യുഗത്തിനായുള്ള പ്രതീക്ഷകൾക്കാണ് തിരികൊളുത്തിയത്. US-ന്റെ ആഗോള മത്സരശേഷി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അത്യാധുനിക ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപിക്കുന്നത് വ്യവസായങ്ങളെ പരിവർത്തനം ചെയ്യുന്നതും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് കാരണമാകും. ട്രംപ് സർക്കാരിന്റെ പ്രഖ്യാപനത്തിന്റെ കൃത്യമായ സ്വഭാവം വ്യക്തമല്ലെങ്കിലും സാധ്യതയുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ആഴമേറിയതാണ്. ശാസ്ത്രജ്ഞരും നയരൂപീകരണ വിദഗ്ധരും സമയവും സ്ഥലവും കൈകാര്യം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും: സാങ്കേതിക നവീകരണത്തിന്റെ ഭാവി ആവേശകരമായ സാധ്യതകളും വെല്ലുവിളികളും നിറഞ്ഞതായിരിക്കും.